ഇന്ന് നമുക്ക് കോട്ട മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് റേറ്റും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ലൊരു കളറാട്ടോ. അതൊരു ക്രീമാണോ എന്ന് ചോദിച്ചാൽ എക്സാക്ട് ക്രീമും അല്ല, എന്നാൽ ബേജും അല്ല, രണ്ടും കൂടെയൊക്കെ ചേർന്ന പോലെയുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല റേറ്റാണ്, ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് പറയാം. ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ഇതാണ്. ബേസ് കളർ വരുന്നത് നമ്മുടെ ഒരു തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ക്രീമില്ലേ, അങ്ങനത്തെ ക്രീമല്ല, നല്ലൊരു സറ്റിലായിട്ടുള്ള ഒരു ദേശി ടസറിൻ്റെ ഒക്കെ ഒരു ബേസ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഏകദേശം അതേപോലെ ഒരു ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത്. ഇപ്പോൾ ഒരു ക്രീമിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് കളർ എന്ന് പറയാം, അതേപോലെ ഒരു ഷെയ്ഡ്. നമ്മുടെ മിൽക്ക് ക്രീമൊക്കെ പോലെ അത്രയും തെളിഞ്ഞ് നിൽക്കുന്ന യെല്ലോയിഷ് ബ്ലെൻഡ് ചെയ്ത ക്രീമല്ല കേട്ടോ. അതിൻ്റെ അതേ ബോർഡർ ഡിസൈൻ ഇതേപോലെയാണ് ബോർഡർ ഡിസൈൻ വരുന്നത്. ഇത് കണ്ടോ, ഇത് സാരി നമ്പർ 1 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിനകത്ത് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ഒരു മസ്റ്റർഡ് യെല്ലോ ഗ്രീൻ, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ മുന്താണിയിലേക്ക് വരുമ്പോൾ ഈ വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്താണിയിലേക്ക് വരും. 2 ബോർഡറിലും ഈ ഒരു വർക്ക് വരും. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഈ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ആ ഒരു സെയിം വർക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ് മെറ്റീരിയൽ. നമുക്ക് കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നമുക്ക് അങ്ങനെ ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലും അല്ല കേട്ടോ. ഉണ്ട്, അതിൻ്റെ ബോർഡർ ഫുള്ള് നമുക്ക് ഈ ഒരു ബോർഡർ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. സാരി നമ്പർ 1 ഇത് 2450 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ വരുമ്പോൾ അതേ ഒരു ലാവൻഡറിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക്, അതേപോലെ തന്നെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു പിങ്ക് ചേർന്ന ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ്, പിങ്ക്, അങ്ങനെയെല്ലാം കൂടെ ചേർന്നിട്ടാണ്. സാരി നമ്പർ 2 ആണ് ഇത്. 2450. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ഈ ഒരു വർക്ക് വരും. അടുത്ത് വരുന്ന സാരി നമ്പർ 3 വരുമ്പോൾ പിന്നെ ഈ സാരീസൊക്കെ നമുക്ക് യൂണിഫോമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും, 1 month ടൈമെങ്കിലും വേണ്ടി വരും. അതിനകത്ത് ഇതേപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ആ സെയിം വർക്ക് തന്നെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉണ്ടോ, ഇതേപോലെ സ്ലീവെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 3 2450. സാരി നമ്പർ 4 കണ്ടോ, അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്ക് ഉണ്ട്. ബ്രിക്കിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 4. സാരി നമ്പർ 5. സാരി നമ്പർ 5 വരുമ്പോൾ ഇതാണ് ബോർഡർ വർക്ക് വരുന്ന ഒരു പീച്ച് ടോണിലേക്ക് വരുന്ന. ഇതിൻ്റെ റേറ്റ് വരുന്ന 1890. ഇങ്ങനെയാണ് ബോർഡറിൽ. അതേപോലെ തന്നെ മുന്താണിയിലേക്കും ആ ഒരു വർക്ക് വരും. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരും. ഉണ്ടോ, ബ്ലൗസിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിൽ ഇതേപോലെ ബ്ലൗസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സാരിയിൽ നമുക്ക് 2 ബോർഡറിലും ഈ ഒരു വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരിക്കും, ഒരു വെറൈറ്റി ഉണ്ടാവും. നമുക്ക് ബ്ലൗസിൽ ഫുൾ ആ ഒരു വർക്ക് വന്നിട്ട് സാരി ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോത്ത് എൻഡ്സ് ബോർഡറും കൂടെ വരുമ്പോൾ. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ അതിൻ്റെ തന്നെ പിങ്ക്, അതിൻ്റെ തന്നെ പിങ്ക്. ഇതാണ് മുന്താണി വരുന്നത്. അതിൻ്റെ ബ്ലൗസ് ഇതേപോലെ ഫുൾ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ്. 1890 1890. സാരി നമ്പർ 6. സാരി നമ്പർ 6. സാരി നമ്പർ 7.
സാരി നമ്പർ 7 വരുമ്പോൾ ഇതേപോലെ ഒരു പീച്ച് ടോൺ. സാരി നമ്പർ 7 പീച്ച് 1950. 1950 സാരി നമ്പർ 7. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് വരും. സാരി നമ്പർ 7 പീച്ചിൻ്റെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക്. പീച്ച് എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പീച്ച് ടോണാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അല്പം ഒരു ബ്രിക്കും പീച്ചും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 8 വരുമ്പോൾ നമുക്ക് പിങ്കാണ്. പിങ്കിൻ്റെ തന്നെ ഇത് ലൈറ്റ് ആൻഡ് ഡാർക്കിൽ വന്നിരിക്കുന്ന ഷെയ്ഡ്. പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്കിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് സാരി നമ്പർ 8. ഇതാണ് അതിൻ്റെ സ്ലീവ് ആൻഡ് ബോർഡർ വരുന്നത്. ഇങ്ങനെ വരും സാരി നമ്പർ 8. സാരി നമ്പർ 9 ലാവൻഡർ. സാരി നമ്പർ 9 ലാവൻഡറിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്